അതിവേഗം നഗരവൽക്കരണം നടക്കുന്നൊരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലാണ് സാർ. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ? അതുപോലെ തന്നെ ഇതിന് പല കാരണങ്ങളുണ്ട്. കയ്യേറ്റം, അതുപോലെ തന്നെ അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നഗര റോഡുകളുടെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും സൗന്ദര്യവൽക്കരണത്തിനും എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. പദ്ധതി ഉണ്ട് സാർ. അത് ഞാൻ ടേബിൾ ചെയ്തതിൽ വളരെ വിശദമായിട്ടുണ്ട്. ഒരു വിഷയം, ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സ്റ്റേറ്റ് കേരളമാണ്. വാഹനപ്പെരുപ്പവും കേരളത്തിലാണ്. കേരളത്തിലെ നഗരങ്ങൾ വലിയ നിലയിൽ ഇതിൻ്റെ ഭാഗമായി പ്രയാസങ്ങൾ അനുഭവിക്കും. ഇത് കണ്ടുകൊണ്ടാണ് സർക്കാർ ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി ആ നിലയിലാണ്. 42 കിലോമീറ്റർ റോഡുകൾ 4 ഘട്ടങ്ങളിലായി സ്മാർട്ട് റോഡുകളാക്കി മാറ്റുന്ന പദ്ധതിയാണ്. അത് 15 വർഷത്തെ പരിപാലന കാലാവധിയാണുള്ളത് സാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും, 2 വകുപ്പുകളും വീതിച്ചെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള KRFP ആണ് 10-40 റോഡുകളുടെ പ്രവർത്തനം നടത്തുന്നത്. കോഴിക്കോട് നഗരം എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് നഗരത്തിൽ LDF സർക്കാർ വന്നതിന് ശേഷം 22 കിലോമീറ്റർ റോഡുകൾ മനോഹരമായ റോഡുകളാക്കി മാറ്റി തീർത്തിട്ടുണ്ട്. കണ്ണൂർ നഗരം എടുത്ത് പരിശോധിച്ചാൽ കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ എയർപോർട്ട് കൂടി വന്നതോടുകൂടി നഗരം വലിയ നിലയിൽ ഗതാഗതക്കുരുക്കിന് കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. 40 കിലോമീറ്റർ റോഡ് ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സർക്കാർ നവീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. കൊല്ലം നഗരം എടുത്തു കഴിഞ്ഞാൽ കൊല്ലം നഗരത്തിലും ഇതൊരു പ്രധാന പ്രശ്നമാണ്. കൊല്ലം നഗരത്തിൽ 23 കിലോമീറ്റർ റോഡ് ഇതിൻ്റെ ഭാഗമായി വികസിപ്പിക്കാനും നവീകരിക്കാനും സർക്കാർ തീരുമാനിച്ചു. സർ, ഡിസൈൻ റോഡുകൾ ഒരു പ്രധാന പ്രശ്നമാണ്. നമ്മൾ നഗരങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് സർ. നമ്മളിപ്പോൾ സഭയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ഭാഗത്ത് കുടിവെള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി റോഡുകൾ കീറുന്നു എന്നുള്ളത്. കുടിവെള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി റോഡുകൾ കീറാതെ മറ്റു വഴിയില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേയുള്ള റോഡുകളാണ് സർ. പണ്ട് മുതലേയുള്ള റോഡുകളിൽ കുടിവെള്ള പൈപ്പ് സൈഡിൽ അടിയിലൂടെ ഇടുന്നു. റോഡ് വീതി കൂട്ടുമ്പോഴും പൈപ്പ് അവിടെ തന്നെ കിടക്കുന്നു. സ്വാഭാവികമായിട്ട് പൈപ്പ് റോഡിൻ്റെ നടുവിലാവുന്നു. റോഡ് വീതി കൂടും. ചെറിയൊരു പൊട്ട് വന്നാൽ റോഡാകെ പൊളിയുന്ന സ്ഥിതി വരുന്നു. ഇത് വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഡക്റ്റുകൾ നിർമ്മിച്ച് എല്ലാ കേബിളുകളും ഡക്റ്റുകളിലൂടെ ആക്കി പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റൂ. ഈ ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിന് നഗര റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളത്. ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കുന്നത്. ഒരു ഡിസൈൻ പോളിസി നമ്മുടെ റോഡുകൾക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും ഇല്ലാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പൊതുവേ ഒരു ഡിസൈൻ ഇതിന് വേണ്ടതുണ്ട്, നഗരത്തെ പ്രത്യേകിച്ച്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് മേഖലയിലും ടൂറിസം മേഖലയിലും ഒരു ഡിസൈൻ നയം പ്രഖ്യാപിച്ചതെന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമുക്ക് ഇനിയും ഗ്രാമീണ റോഡുകളിലേക്ക് ഉൾപ്പെടെ അതുപോലെ ജില്ലാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പൊതുമരാമത്ത് റോഡുകളാകെ കേബിളുകളിട്ട് ഡക്റ്റുകളാക്കി റോഡുകളെ ഡിസൈൻ റോഡുകളാക്കി മാറ്റിയാൽ നമുക്കിതിന് പരിഹാരം കാണാം. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണമെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് കരാർ കമ്പനിയുടെ തകരാറ് മൂലം ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ള റോഡ് പണി നിലച്ചിരിക്കുകയാണെന്ന് അങ്ങയുടെ ശ്രദ്ധയിലുണ്ട്. അങ്ങ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഈ കാര്യം റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് പണികൾ പൂർത്തീകരിക്കുന്ന എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം. സാർ, വളരെ പ്രധാനപ്പെട്ട റോഡാണ് സാർ. കരാറുകാരൻ്റെ അനാസ്ഥ വലിയ നിലയിൽ പ്രശ്നമായിരുന്നു. ബഹുമാനപ്പെട്ട അംഗം ഉൾപ്പെടെ പലരും ഇത് ശ്രദ്ധപ്പെടുത്തി. അത് ശ്രദ്ധപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ആ റോഡുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം ഇപ്പോൾ ഒരു ആഴ്ച മുമ്പ് വിളിച്ചു ചേർത്തിരുന്നു. ആ പ്രത്യേക യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് സാർ. ആ തീരുമാനങ്ങളുടെ ഭാഗമായി ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചു സാർ. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെ അത് പരിശോധിച്ച് പോകണമെന്നുള്ള സ്ഥിതിയാണ് ഉള്ളത്. അത് തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് പോലെ തന്നെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിനും ഇതിന് സമാനമായ ചില പ്രശ്നങ്ങളുണ്ട് സാർ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോവുക എന്നുള്ളത് പ്രധാനമാണ്. ആ നിലയിൽ ഓരോ മാസവും മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ പങ്കെടുക്കാനും നോഡൽ ഓഫീസറോട് വീക്ക്ലി റിപ്പോർട്ട് തരാനും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് നേരിട്ട് ഇടപെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് അനാസ്ഥ കാട്ടിയ കരാറുകാരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി പോകുന്നൊരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് സാർ.